അതിന്റെ സിനിമ വന്നപ്പോ ഇങ്ങനെ കൊത്തുണ്ട്. കാക്കയെ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ കൊത്തുണ്ട്. അപ്പൊ എന്തായിട്ടൊന്ന് പോയി വെച്ചതാ. അങ്ങനെ പാമ്പ് കൊത്തായിരുന്നു. പാമ്പതിന് ഇങ്ങനെ അമ്പലപ്പടി നീരപ്പാലം കഴിഞ്ഞ് കുറച്ചുകൂടി മുകളിൽ അമ്പലപ്പടി അടുത്ത് അവിടെ ഒരു വീടിൻ്റെ ബാക്ക് ഭാഗത്താണ് ഒരു മൂർഖനെ കണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ വിളിച്ചത്. അപ്പോൾ ഒരു കാക്കനെ കൊന്നിട്ട് അവർ കാക്കനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം ആയി എന്ന് പറഞ്ഞ് കാക്ക രാവിലെ മുതൽ ഇവിടെ പാറി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവർ അതിൻ്റെ ഉള്ളിൽ ആളുണ്ട്. അപ്പോൾ നമുക്കതിനെ റെസ്ക്യൂ ചെയ്യാം. ഓക്കെ, അങ്ങനെ പോവില്ല. ആള് എന്ത് കാക്കക്കുട്ടിയാ? ആളൊരു കാക്കക്കുട്ടിന് വിഴിഞ്ഞതാണ്. ഇത് ഒരുപാട് നേരമായോ എങ്ങനെ കിടക്കണേ? ശരി. അതിൻ്റെ ഉള്ളിൽ ലോക്കായോ എന്നൊരു സംശയം. അതിന് പുറത്തേക്ക് അതിന് തള്ളാനുള്ള ഒരു ഇതുമില്ല. അതിന് കാലുകൾ എവിടെയൊക്കെ ലോക്കായി കിടക്കാനുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ആളുള്ളത്. ഇതാണ് പ്രശ്നം. കാക്കക്കുട്ടീനെ നിങ്ങൾ ആദ്യം കണ്ടീനോ? അവിടെ ആദ്യം ചത്തെടുക്കുന്ന അല്ല, പാരി നടന്നതാ? അത് ശരി. അതിനെ പാമ്പ് പിടിച്ചതാ? അത് ശരി. ഏത് ഈ കാക്കക്കുട്ടിയോ? അത് ശരി. അപ്പോൾ കാക്കക്കുട്ടീനെ ആൾ പിടിച്ചതാവും ചിലപ്പോൾ. ഏകദേശം വിടാനായിന് ആള്. ആള് നല്ല ടയേർഡാണ്. ഒന്നാമത് അതിൽ നിന്ന് ഇറങ്ങി വന്നേ ചെറിയൊരു പ്രശ്നമുണ്ട്. ക്ഷീണം. അപ്പോൾ ആളെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് ഏകദേശം ഇതിവിടെ രാവിലെ ഉണ്ടായിരുന്ന കാക്കക്കുട്ടിയായിരുന്നു പറഞ്ഞത്. അപ്പോൾ കാക്കക്കുട്ടി ആൾ പിടിച്ചതായിരിക്കും ചിലപ്പോൾ. കുട്ടി അധികം പാറാൻ കഴിയാതെ ചിലപ്പോൾ താഴെ ആയിരിക്കും, അല്ലെങ്കിൽ മതിലിൻ്റെ മുകളിൽ അങ്ങനെ എന്തോ കയറിയിരുന്നപ്പോൾ ആൾ പിടിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമ്മളതിനെ കുഴപ്പമില്ലാതെ റെസ്ക്യൂ ചെയ്തതിന്. അപ്പോൾ ഇവിടുത്തെ ചേച്ചിയാണത്. ചേച്ചിയാണ് പാമ്പിനെ കണ്ടത്. എങ്ങനെ കണ്ടു വെച്ചത്? സിനിമ വന്നപ്പോ ഇങ്ങനെ കൊത്തുണ്ട്. കാക്കയെ ഞാൻ കണ്ടിട്ടില്ല. ശരി. ഇങ്ങനെ കൊത്തുണ്ട്. അപ്പൊ എന്തായിട്ടൊന്ന് പോയി വെച്ചതാ. അങ്ങനെ പാമ്പ് കൊത്തായിരുന്നു. പാമ്പതിന് ഇങ്ങനെ ശരി.
പാമ്പ് കൊത്തുന്ന ചേച്ചി കണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ തന്നെ ആയിരുന്നു ഉണ്ടത്? അപ്പൊ ഞാൻ ഇവിടെ പറയാൻ പോയപ്പോ അത് അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയില്ലേ? പിന്നെ രണ്ടാമത് ഞങ്ങൾ നോക്കി അങ്ങോട്ട് തിരിച്ചു. ആ ശരി. അപ്പോൾ ഈ കാക്കുട്ടി രാവിലെ മുതലേ ഇവിടെ തന്നെ ഉണ്ടല്ലേ? മുറ്റത്ത് ചാടി ചാടി ഇങ്ങോട്ട് പോകുന്നത്. ആ അത് ശരി. ചിലപ്പോൾ കാക്കുകുട്ടിനെ എന്തെങ്കിലും കിളികളോ വേറെ എന്തെങ്കിലും കാക്കകളോ അങ്ങനെ എന്തെങ്കിലും കൊത്തിയിട്ട് തള്ളിയിട്ടതായിരിക്കും. കാരണം അതിൻ്റെ കാലുകളൊക്കെ ഒടിഞ്ഞു. കാക്കൻ്റെ ഇവിടെ ഉണ്ട്, കാക്ക ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാലുകളൊക്കെ ഒടിഞ്ഞു. ചിലപ്പോൾ വേറെ ഏതെങ്കിലും കിളികൾ കാക്കകളോ അങ്ങനെ തല്ലുകൂടിയിട്ട് അങ്ങനെ ഇതായതായിരിക്കും ചിലപ്പോൾ. അപ്പോൾ താഴെ കിടന്നപ്പോൾ ചിലപ്പോൾ പാമ്പ് കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ മതിലിൻ്റെ മുകളിൽ എവിടെന്നെങ്കിലും കാക്കുകുട്ടി ഇരുന്നപ്പോൾ കാക്കനെ പാമ്പ് പിടിച്ചതായിരിക്കാം. ഇങ്ങനോ ഏതായാലും പാമ്പ് പിടിച്ചാണ്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ഇവിടെ കുറച്ച് പകുതി ഏകദേശം ഒരു കാൽ ഭാഗം കയറിയിട്ടുള്ളൂ. ഫുള്ളായിട്ട് പാമ്പിന് വീങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇത്രയും പാമ്പിന് വീങ്ങാൻ കഴിയുമോ എന്നറിയില്ല. കാരണം അതിന് കൊക്കുകളും കുറച്ചുകൂടി സൈസും കൂടി ഉണ്ടായതുകൊണ്ട് അഥവാ വീങ്ങിയാൽ തന്നെ പുറത്തേക്ക് റിട്ടേൺ വരാൻ ചാൻസ് കുറവായിരുന്നു. ഇത് തന്നെ കുറച്ച് ഇടങ്ങേറായി നമ്മളതിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് റിട്ടേൺ വരാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മൾ കുഴപ്പമില്ലാതെ അതിനെ റെസ്ക്യൂ ചെയ്തത്. ഇതിൻ്റെ ബാക്ക് സൈഡാണിത്. ബാക്ക് സൈഡ് കാടുകളൊക്കെ പിടിച്ച് കുറച്ച് കാടുകളൊക്കെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തേക്കേണ്ടി കേട്ടോ. കാടുകളൊക്കെ ഇങ്ങനെ കാടുകളിലുള്ളടത്തേക്ക് അധികം ക്ലീൻ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഇതുപോലത്തെ ആൾക്കാരൊക്കെ വന്നു കൂടാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇവിടെ കല്ലുകളാണ്, അതേപോലെ വേസ്റ്റ് കല്ലുകളൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ പാമ്പുകൾ കയറി എന്നാൽ അറിയില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്തടത്തായിരിക്കും പാമ്പുകൾ കയറിയിരിക്കുക. അപ്പോൾ പാമ്പിന് കയറാനുള്ള ഒരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കാതെ ഇരിക്കുക. കാരണം എപ്പോഴാണ് ഇങ്ങനത്തെ സാധനങ്ങൾ ഉള്ളിൽ കയറി ഇപ്പോൾ പാമ്പ് കുഞ്ഞുങ്ങളൊക്കെ വിരിയുന്ന ടൈം കൂടിയാണ്. അപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ പലയിടത്തും ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെ വീടും പരിസരവും എപ്പോഴും നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക. അല്ലെങ്കിൽ ഇതുപോലത്തെ ആൾക്കാർ വന്ന് കൂടും. ചിലപ്പോൾ ഇത് ഇവിടെ സ്ഥിരമായിട്ടുള്ളതായിരിക്കും, ഇവരാദ്യം കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഒരു അവസരം വന്നപ്പോൾ കണ്ടെന്ന് മാത്രം. ഏതായാലും ഓരോ ഭാഗ്യം, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ. ഓക്കെ. അപ്പോൾ നമ്മളെ വീടും പരിസരവും എപ്പോഴും നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക. ആ കൊത്തുന്ന ടൈമിൽ ആൾ ചത്തണോ? കണ്ടില്ലല്ലേ? എന്തിനാ കൊത്തുന്നത് കണ്ടില്ലല്ലേ? ആ അങ്ങനെ കണ്ടിട്ടുള്ളൂ അല്ലേ? ഏതാ സംഭവം കണ്ടിട്ടില്ല. അത് ശരി. അപ്പോൾ ചേച്ചി എന്തോ ഒരു കൊത്തുണ കണ്ടിന്, പക്ഷേ എന്താ സംഭവം എന്ന് ചേച്ചി കണ്ടിട്ടുമില്ല. പക്ഷേ കാക്കക്കുട്ടീനെ അവിടെ രാവിലെ കണ്ടും ചെയ്തിന്. ഏതായാലും അപ്പോൾ നിങ്ങൾ ഇവിടെ കുറച്ചൊക്കെ ഒന്ന് ഇതാക്കുക. പിന്നെ അവിടെ ബാക്കിൽ കുറേ കല്ലട്ടികളൊക്കെ ഇല്ലേ, അതൊക്കെ ഒഴിവാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിക്കുക. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ പാമ്പുകളുണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതേപോലെ ഇങ്ങനെ മറച്ചൊക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ നോക്കുക. അപ്പോൾ ഈ പാമ്പ് ഇവിടെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല പാമ്പിനെ. പാമ്പുകൾ എപ്പോഴും ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലാണ് പാമ്പുകൾ കയറി കൂടാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ മാക്സിമം ഇങ്ങനത്തെ സ്ഥലം കുറച്ച് കയറ്റി വെക്കുക. ഇവിടെ താഴെ വെക്കാതെ. പാമ്പ് എപ്പോഴും ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ സൈഡിൽ ഇങ്ങനെ പോകുന്ന വഴിക്കൽ എന്തെങ്കിലും ഇതേപോലെ സാധനങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി കിടക്കും. പിന്നെ അതേപോലെ ഇതുപോലത്തെ സ്ഥലം ഇതൊക്കെ ഡേഞ്ചറാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കയറി ഞങ്ങൾ അറിയും കൂടിയില്ല. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളെ കാര്യം നോക്കുക. പിന്നെ പാമ്പുകൾ വരും, സ്വാഭാവികമാണ്. പക്ഷേ നമ്മൾ പാമ്പുകൾക്ക് വരാതിരിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കുക.